ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ എം ഡോക്ടർ രജനി ഗോപാൽ. നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടോ? അതെങ്ങനെ മനസ്സിലാക്കാം? ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. മാരിറ്റൽ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അത് വർദ്ധിച്ച് ചിലപ്പോൾ ഡിവോഴ്സോ സെപ്പറേഷനിലോ ഒക്കെ അവസാനിക്കാം. അതിനു മുമ്പ് തന്നെ ഒരുപാട് ഇൻഡിക്കേഷൻസ്, അതിനെക്കുറിച്ചിട്ടുള്ള സൂചനകൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. പ്രധാനമായും ആശയവിനിമയത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആശയവിനിമയം ശരിയായ രീതിയിൽ നടക്കാതെ വരുമ്പോൾ ഇഷ്യൂസ് സ്വാഭാവികമായും ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, വൈഫിന് ഹസ്ബൻഡിനോട് എന്തെങ്കിലും പറയണമെന്നുണ്ട്. പക്ഷെ എപ്പോഴും അവർ ചിന്തിക്കുക, ഇത് പറയണോ വേണ്ടയോ, ഇത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അവരതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അതുകൊണ്ട് ഇനി വേറെ വല്ല പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെയുള്ളൊരു 100,000 കൺഫ്യൂഷൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് marital ഇഷ്യൂയിലേക്കുള്ള കൃത്യമായ സൂചനയാണ് നൽകുന്നത്. ഇനി അഥവാ സംസാരിക്കാൻ ശ്രമിച്ചാൽ തന്നെയും വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുക, അല്ലെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. ഇനി അഥവാ സംസാരിച്ചാലും വലിയ വഴക്കുകളിലേക്ക് എത്തപ്പെടുക, 3-4 ദിവസമൊക്കെ മിണ്ടാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ തല്ലുക, ഗാർഹിക പീഡനത്തിലേക്ക് വഴി തെളിയിക്കുക, അല്ലെങ്കിൽ തല്ല്, അടിക്കുക, ഇടിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും marital ഇഷ്യൂസാണ് കാണിക്കുന്നത്. ദമ്പതികൾ സാധാരണ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു വഴക്കുണ്ടാവുന്നത് സാധാരണമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഒരു മാസത്തിൽ 3-4 ടൈംസ് ഒക്കെ വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അത് നോർമലായിട്ടുള്ള കാര്യം തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് വഴക്കുണ്ടാവുക, മിണ്ടാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും marital ഇഷ്യൂസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. വേറെ ഒന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. എല്ലാ കാര്യത്തിനകത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു കാര്യത്തിനകത്ത് പോലും ഈ ഒരു യോജിച്ച തീരുമാനം എടുക്കാൻ പറ്റായിക, അതും ഫോർ എക്സാമ്പിൾ കുട്ടിയെ വളർത്തുന്ന കാര്യങ്ങളിനകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ എവിടെ വീട് വെക്കണം, എവിടെ സെറ്റിൽ ആവണം, അങ്ങനെയുള്ള പല കാര്യങ്ങളിനകത്തും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക. marital ലൈഫ്, എക്സ്ട്രാ marital റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഒരു പങ്കാളിക്ക് ഉണ്ടായാൽ തീർച്ചയായും അത് marital ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കും. അല്ലാതെ തന്നെ ഒരു ദീർഘകാലം ദാമ്പത്യം നയിക്കുന്നവരിലെല്ലാം ചെറിയ തോതിൽ ഇമോഷണൽ ഇൻറ്റിമസിയിലൊക്കെ പ്രോബ്ലം വരാറുണ്ട്. പക്ഷെ വളരെയധികം ഇൻഡിഫറൻ്റ് ആയിട്ട് ഇരിക്കുക, യാതൊരു വലിയ താല്പര്യങ്ങളൊന്നും, ഒരു മൊണോട്ടണസ് ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാലും അത് സൂചിപ്പിക്കുന്നത് marital പ്രോബ്ലം ഉണ്ടാവാനുള്ള marital പ്രോബ്ലം ഉണ്ട് എന്നുള്ള സൂചന തന്നെയാണ്. സെക്ഷൽ ലൈഫിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും marital ലൈഫിൻ്റെ സ്ട്രെയിൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുവരേക്കും ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സെക്ഷൽ ലൈഫിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു പങ്കാളിക്ക് താല്പര്യമില്ലാതിരിക്കുക, ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം സെക്സിനെ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ എല്ലാം വന്നു കഴിഞ്ഞാൽ marital ലൈഫിൽ പ്രോബ്ലം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എസ്പെഷ്യലി എക്സ്ട്രാ marital അഫെയർ എല്ലാം വന്നു കഴിഞ്ഞാൽ സെക്സ് ലൈഫിലൊക്കെ കുറവ് വരാം. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ, എസ്പെഷ്യലി marital ലൈഫിലുണ്ടെങ്കിൽ പ്രോബ്ലംസ്, marital ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ ഇഷ്യൂ, ഏതെങ്കിലും തരത്തിൽ കൊടുക്കൽ വാങ്ങൽ തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ marital ലൈഫിൽ ഉണ്ടെങ്കിൽ, ഒരുപാട് കാലം അത് പരിഹരിക്കാതെ നിലനിൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് റിലേഷൻഷിപ്പിൽ വിള്ളൽ വരുത്താം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് എപ്പോഴും കൗൺസിലിങ്ങിലായാലും തെറപ്പിയിലാണെങ്കിലും എല്ലാം ഈ തെറപ്പിസ്റ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് അവർ ന്യൂട്രലായിട്ട് നിന്നിട്ട് ഈ പ്രോബ്ലംസ് കാണുകയും അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അത് സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സഹായം സ്വീകരിക്കാൻ മടിക്കാതിരിക്കുക.